നമസ്കാരം. 2 ആഴ്ചയ്ക്ക് മുന്നേ ചേകാടി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒരു സ്കൂളിൽ കയറിയ ഒരു കുട്ടിയാനയുടെ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചതായിരുന്നു. ആ ഒരു സ്കൂളിൽ കയറി ആ ഒരു കുട്ടിയാന ഒരു 1/4 മണിക്കൂറോളം ആ ഒരു സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൗതുകം ഉണർത്തി, ടീച്ചർമാരെയൊക്കെ പരിഭ്രാന്തിയിലാക്കി. അങ്ങനെ അവിടെയുള്ള ബൈക്കൊക്കെ തട്ടിമറിച്ച് നല്ലൊരു കൗതുകം ഉണർത്തുന്നൊരു കാഴ്ചയായിരുന്നു. മാത്രമല്ല, ആ സ്കൂളിലേക്കൊക്കെ കയറി ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളൊരു പ്രദേശത്ത് ഒരു കുട്ടിയാന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാശങ്കയും കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു 1/4 മണിക്കൂർ ആ ഒരു കുട്ടിയാന ആ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ അന്ന് കാണിച്ചാണ്. ഏതായാലും അതന്ന് കാണാത്തവർക്കായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ഓടിക്കളിച്ച് നടന്ന് ആ ഒരു പ്രദേശത്ത് ആ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കുട്ടികൾക്കൊക്കെ കൗതുകം നടത്തി ഇങ്ങനെ ഒരു 3/4 മണിക്കൂറോളം ആ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ചിലവഴിച്ച് അവസാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ആ ഒരു കുട്ടിയാനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം.
ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഏതായാലും കുട്ടിയാനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അതായത് ചേകാടി എന്ന് പറയുന്നത് നമുക്കറിയാം, ബാവലി എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്, കർണാടക ബോർഡറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കബിനി നദിയാണ് അവിടെ തൊട്ടടുത്തുള്ളത്. ആ പുഴ കഴിഞ്ഞ് അപ്പുറ സൈഡ് കർണാടകയും ഇപ്പുറ കേരളവുമാണ്. ഏതായാലും കുട്ടിയാനെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ച് കാട്ടാന കൂട്ടത്തിൻ്റെ അരികിൽ കൊണ്ടുപോയി വിടുകയായിരുന്നു. ആ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരിച്ചു വരുമ്പോൾ കുട്ടിയാന ഫോറസ്റ്റ് ജീപ്പിൻ്റെ പുറകെ ഓടി വരുന്നൊരു മനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ച ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ഒരു ദുഃഖം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം കുട്ടിയാനയ്ക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിട്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്ത പോലെ ഇവരുടെ പുറകെ ഓടി വരികയാണ്, ഇവരുടെ ജീപ്പിൻ്റെ പുറകെ ഓടി വരികയാണ്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ അങ്ങ് കഴിഞ്ഞു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കർണാടക പ്രദേശം, അതായത് ഞാൻ പറഞ്ഞല്ലോ കബിനി പുഴ കഴിഞ്ഞ് അപ്പുറ സൈഡ് കർണാടകയാണ്. കുട്ടിയാന എങ്ങനെയോ ഈ ഒരു പുഴ കടന്ന് അപ്പുറം എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നല്ല ഒഴുക്കുള്ള സമയത്തായിരുന്നു ആ ഒരു സംഭവം. ഏതായാലും കുട്ടിയാന അപ്പുറ സൈഡിലെത്തി. അപ്പുറ സൈഡിൽ ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിലെത്തിയ കുട്ടിയാനയെ ആ ഗ്രാമവാസികൾ പിടിച്ച് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അവർ വിളിച്ചു. അങ്ങനെ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഈ കുട്ടിയാനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ കുട്ടിയാനെ കർണാടക ഫോറസ്റ്റുകാർ പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ അവരുടെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവർ കാട്ടിലേക്ക് തുറന്നു വിടാനായിട്ട് അവർ തയ്യാറായില്ല. കാരണം കുട്ടിയാന ഒറ്റയ്ക്ക് അവിടെ സർവൈവ് ചെയ്യൂല എന്നുള്ള നല്ല ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ കുട്ടിയാനെ കാട്ടിലേക്ക് തുറന്നു വിട്ടില്ല. കുട്ടിയാനയെ പരിചരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും കുട്ടിയാനെ രക്ഷപ്പെടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയാലത്തോണ്ട് അവർ കുട്ടിയാനയെ പരിചരിക്കാനായിട്ട് തീരുമാനിച്ചു. കുട്ടിയാനയ്ക്ക് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുംപാലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ അതിനെ നോക്കാനായിട്ട് തന്നെ 2 ആളുകളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആ പ്രദേശത്തൊക്കെ കുട്ടിയാന ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നടന്നു. പക്ഷേ നമുക്കറിയാം കാട്ടാനക്കുട്ടിയാണ്, അതിന് ആട്ടുംപാല് കൊടുത്താൽ ഒരിക്കലും സെറ്റാകാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം. അത് കണ്ട പ്രേക്ഷകരെന്ന നിലയ്ക്ക് നമുക്കും ഒക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുന്നേ ആ ഒരു കുട്ടിയാന ചെരിഞ്ഞുപോയി. അങ്ങനെ ഒരു ദുഃഖകരമായ ഒരു സംഭവം കൂടെ നടന്നു. അങ്ങനെ എല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ കടന്നുപോയൊരു കുട്ടിയാനയാണ് അത്. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഭവം, അതായത് ഒരു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒരു കാട്ടാനക്കുട്ടി കയറി വരികയും നല്ല കൗതുകകരമായിട്ടുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തത്. ഒരു സൈഡിൽ കൗതുകമാണ് എന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചും ആ ടീച്ചർമാരെ സംബന്ധിച്ചും അത് ഒരുപക്ഷെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടിയാനയ്ക്ക് പകരം വലിയൊരു ആന വന്നാൽ ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഏതായാലും കുറേ ദിവസത്തെ ആളുകളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അവസാനം കുട്ടിയാന ചെരിഞ്ഞുപോയി. അപ്പം അങ്ങനെ ഒരു അധ്യായം കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും ആ കുട്ടിയാനെ അവർക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്